ഇതൊന്ന് ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കാം മക്കളെ? ഇതിന്റെ സ്മോൾ ഇത് ഒരു റെക്ടാങ്കിളേ ഉള്ളൂ, ശരിയല്ലേ? ഞാൻ ഇതിന്റെ കൂടെ ഒന്നുകൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എത്രയുണ്ട്? 3 ഉണ്ട്. ആരാ 3 പറഞ്ഞത്? പേര് പറയൂ. ഗായത്രി വിജീഷ്. ഗായത്രി പറഞ്ഞത് ശരിയാണ്. 1 2 ഇങ്ങനെ ചെറുതായിട്ടല്ല, ഇത് ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാല് മൂന്നാമത്തെ ഒരു വലുത് നമുക്ക് കിട്ടുന്നത്. അപ്പം ഗായത്രി പറഞ്ഞത് ശരിയാണ്. അപ്പൊ എല്ലാവരും 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയൂ. ഇനി ഗായത്രി, ഞാൻ ഒരു ചെറുത് കൂടി കൂട്ടത്തിൽ വരയ്ക്കുക. ഇപ്പോഴും ഇപ്പൊ എത്ര റെക്ടാങ്കിൾ കാണും? ഇനിയിപ്പോ ഗായത്രിയോടല്ല, വേറൊരു കുട്ടിയോട് ചോദിച്ചു നോക്കട്ടെ. മോളിൽ കാണും. നേരത്തെ ഗായത്രി എനിക്ക് പറഞ്ഞു ആദ്യം 1 തന്നു, അപ്പൊ 1 കിട്ടി. പിന്നെ ഗായത്രി 2 എണ്ണം ഞാൻ ചേർത്ത് വെച്ചപ്പോൾ ഗായത്രി പറഞ്ഞു അവിടെ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അത് 2 അല്ല 3 എന്നത് പറഞ്ഞു. അത് 1 + 2 ആണ് ചെയ്തത്, ശരിയല്ലേ? അങ്ങനെയാണ് 3 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 എണ്ണം ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? 4 നമുക്ക് എത്ര കിട്ടണോ? എല്ലാവരും 6 ആണ്. 6 കിട്ടുന്നത് നോക്കിക്കോടെ. 1 2 3 3 കിട്ടി. 1 2 3 ചൂടി ചേർന്നിട്ട് ഒരെണ്ണം. അതുപോലെ 1 2 3 4 5 ഈ വലുത് കൂടി ചേർന്ന് കഴിഞ്ഞാൽ 6. അപ്പൊ അതിനുള്ള എളുപ്പമാർഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് എളുപ്പമാർഗമാണ് 1 2 3 എന്ന നമ്പർ കൊടുത്തിട്ട് നമുക്ക് 1 + 2 + 3 എന്ന് എഴുതാം. 6. ഗായത്രിക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചിത്രം ഇതാ വരുന്നു. ഒരെണ്ണം കൂടി ഇതിന്റെ കൂടെ ഞാൻ ചേർത്ത് വെച്ചു എന്ന് വിചാരിക്കുക. ഒരെണ്ണം കൂടി ചേർത്ത് വെച്ചു എന്ന് വിചാരിക്കുക. എങ്കിൽ എത്ര ഉണ്ടാവും നമുക്ക് നോക്കാം. ഇത് ഒരെണ്ണം കൂടി ചേർത്ത് വെക്കുകയാണ് ഇതിന്റെ കൂടെ തന്നെ. ഇപ്പൊ എല്ലാവരും എങ്ങനെയാ കിട്ടിയത് പറയൂ. 1 + 2 + 3 + 4 3 + 4 ആണ്. അങ്ങനെയാണ് മക്കൾക്ക് 10 കിട്ടിയത്, ശരിയല്ലേ? അതെ. ഇനി വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. 4 × 5 എത്രയാണ്? 20. വെരി ഗുഡ്. ആ 20യുടെ പകുതി എത്രയാണ്? ഹാഫ് എത്രയാണ്? 10. അപ്പൊ അങ്ങനെയും നമുക്ക് 10 കിട്ടുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ തന്നിരിക്കുന്ന ആ റെക്ടാങ്കിളിലേക്ക് വീണ്ടും നിങ്ങളുടെ കണ്ണുകൾ പോട്ടെ. 1 2 3 4 5 6 ഇവിടെ എത്ര റെക്ടാങ്കിൾ കാണും? 21. ആരാ 21?
21. എത്ര രണ്ടുപേർക്ക് 21 പറഞ്ഞ കുട്ടികളുടെ പേര് പറയൂ. അഹാന. ഇനി യൂസുഫ് സുൽത്താൻ കേൾക്കാമോ? യൂസുഫ് സുൽത്താൻ ഞാൻ പറയുന്നത് കേൾക്കാം. 21 ഇവിടെ കണ്ടുപിടിച്ചത് എങ്ങനെയായിരിക്കും? ആ കുട്ടികൾക്ക് 21 കിട്ടിയത് എങ്ങനെയായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയാണ് ആ കുട്ടികൾക്ക് 21 കിട്ടിയത്? 6 into 7, 21. വീഡിയോ ഓൺ ചെയ്യണേ മോളെ, പറയുന്ന കുട്ടികൾക്ക് വീഡിയോ ഓൺ ചെയ്യണേ, നല്ല ക്ലിയർ വരുന്നു. അതായത് ഒരു രീതി ഇതാണ്, 1 + 2 + 3 + 4 + 5 + 6 ആഡ് ചെയ്താൽ കിട്ടും എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് 21 കിട്ടും. മറ്റൊരു വഴിയിലൂടെയും നമുക്ക് 21 കിട്ടും. അതെങ്ങനെയാണ്? 6 into 7, 42, half 21. 42യുടെ ഹാഫ് ആണ് 21. ഇത്രയും ചോദ്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറയാം. അവിടെ നോക്കി. ശരി, ഇനി മക്കൾക്ക് ഞാൻ വേറൊരു ചിത്രം തരാം. ആ ചിത്രം നോക്കി ഒന്ന് വരയ്ക്കണേ. ഹലോ, Yes, sir. Yes. നിങ്ങൾക്ക് വേറൊരു ചോദ്യം എഴുതിയെടുക്കാം. ആ ചോദ്യം മക്കളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ രൂപത്തിന്റെ പേരെന്താണ്? ട്രയാങ്കിൾ. ശരി, വരയ്ക്കാം. ഓക്കെ, എല്ലാവരും ട്രയാങ്കിൾ വരയ്ക്കുക. ആ ട്രയാങ്കിളിനെ ഞാൻ പല ട്രയാങ്കിളാക്കി മാറ്റുകയാണ്. അങ്ങനെ ചിത്രം വരച്ചതിന് ശേഷം മക്കൾ കണ്ടെത്തുക ഇതിൽ എത്ര ട്രയാങ്കിൾ കാണുമെന്ന് കണ്ടെത്തുക. 2, 3, 4. അപ്പൊ നിങ്ങൾക്ക് 1 + 2 + 3 + 4 എന്നെഴുതാം. എത്രയാണ്? 10. 4 into 5/2 എന്നും എഴുതാം. എത്രയാണ് 4 into 5? 20. 20യുടെ പകുതി എത്രയാണ്? ഹാഫ്. 10. ഇനി മക്കൾക്ക് 2 ചോദ്യം തരികയാണ്. മക്കൾ 2 ചോദ്യത്തിന് ആൻസർ കണ്ടുപിടിക്കുക. ആ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ഈ കമന്റ് ചെയ്താൽ മതി, മെസ്സേജ് ചാറ്റ് ചെയ്താൽ മതി. നോക്കാം. 2 ചോദ്യങ്ങൾ നോക്കിക്കോളൂ. ആ 2 ചോദ്യങ്ങൾ മക്കൾ എഴുതിയിട്ടോ.
28, 39, 50, 37, 48, 59, 46, 57, 68. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും അടിയില് നമുക്ക് 3 നമ്പേഴ്സ് കൂടി എഴുതേണ്ടതുണ്ട്. അതിൽ ഈ ഓപ്ഷനിൽ ഏതൊക്കെയായിരിക്കും ചേരുന്നത് നിങ്ങൾ പറയണം. ഇപ്പൊ വിളിച്ച് പറയണ്ട, ശ്രദ്ധിച്ചിട്ട് പറഞ്ഞാൽ മതി, സമയത്ത് ചെയ്താൽ മതി. ഓപ്ഷൻ എ അതാണ്, ഓപ്ഷൻ ബി ഇതാണ് 54, 65, 76 ആണ്. അതുപോലെ 55, 66, 77 ആണ്. 54, 66, 77 ആണ്. അത് കണ്ടുപിടിക്കുക എത്രയായിരിക്കും എന്ന്. ഇതാണ് ഒരു ചോദ്യം. അതിൽ ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ ഒരു മോഡൽ എഴുതുക. ഇതേ മോഡൽ എഴുതി ഈ പാറ്റേൺ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങളോടുള്ള ചോദ്യം, ഇതിൽ ഓരോ വരികളും നമുക്ക് കാണാം. 1, 2, 3, 4 ലൈൻസ് ആണ് എഴുതിയത്. ചോദ്യം ഇതാണ്, ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്നാൽ 10th ലൈനിലെ അതായത് 10ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും എന്നാണ് കണ്ടെത്തുന്നത്. ഈ രണ്ട് ചോദ്യത്തിൽ എത്ര കണ്ടെത്തൂ? സി ആണ് ശരി. സി കിട്ടിയ വേറെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എന്താ? അപ്പൊ ഈ മെഹറിനോടാണ് എന്റെ ചോദ്യം. മെഹറിന് എങ്ങനെയാണ് സി കിട്ടിയത്? ഫസ്റ്റ് 28 മൈനസ് 37 ചെയ്തു. അത് എത്രയാ വ്യത്യാസം? ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. ഓക്കെ. അടുത്തത് 37 ഡിഫറൻസ് 9 തന്നെയാണ്. അതും 9 തന്നെയാണ്. വെരി ഗുഡ്. അതും 9 തന്നെയാണ്. ശരി. അടുത്തത് ഞാൻ 40. അപ്പൊ 46 9 ആഡ് ചെയ്യണം അല്ലേ? യെസ്. അപ്പൊ എത്ര കിട്ടും? 55 കിട്ടും. അത് ശരിയാണ്. ഇവിടെയും 9ന്റെ ഡിഫറൻസ് ആയതുകൊണ്ട് ഇവിടെയും നമുക്ക് 9 ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 66. വീണ്ടും ഇവിടെയും നമ്മൾ ആഡ് ചെയ്യുന്നു 9. അപ്പൊ എത്ര കിട്ടും? 77. ശരി. ഇങ്ങനെയല്ലേ എല്ലാവർക്കും കിട്ടിയത്? എല്ലാ മക്കൾക്കും കിട്ടിയത് ഇങ്ങനെയല്ലേ? യെസ് ഓർ നോ? ശരി. ഇനി നമുക്ക് വേറൊരു കുട്ടിയിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യത്തില് ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്ന് പോയാൽ ഇപ്പൊ ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ 2, 3 മൂന്നാമത്തെ വരിയിൽ 4, 5, 6 ആണ്. അടുത്തത് 7, 8, 9, 10 ആണ്. ഇവിടെ എല്ലാ വരിയുടെയും ലാസ്റ്റത്തെ നമ്പർ ഒന്ന് റൗണ്ട് ചെയ്യാണ്. 1, 3, 6, 10 എന്നിങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എഴുതി നോക്കാതെ കണ്ടുപിടിച്ച ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ആ 10 ലൈനും നിങ്ങൾ എഴുതിയോ? നോക്കിയതോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് എഴുതി നോക്കാതെ കണ്ടുപിടിക്കണം. ആട്ടെ, എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്?
45, 46, 47, 48, 49, 50, 51, 52, 53, 54. എങ്ങനെ അങ്ങനെ വേണ്ടല്ലോ? 55 ഇതിന് ഉത്തരം കിട്ടിയിരിക്കുന്നത്. 55 ആണ്. 55 എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് 1-2 കാര്യങ്ങൾ ഇപ്പൊ പരിചയപ്പെടണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 3rd സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചതുമാണ്. ആ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പഠിക്കാം. അപ്പൊ മക്കളുടെ നോട്ടില് അതിന്റെ ടൈറ്റിൽ എഴുതിക്കോളൂ. ഞാൻ പറയുന്ന ടൈറ്റിൽ എഴുതിക്കോളൂ. മലയാളം പഠിക്കണ മലയാളത്തിൽ പറയും. നമ്പേഴ്സ്. മലയാളത്തിൽ നമ്മൾ സംഖ്യകൾ എന്നാണ് പറയുന്നത്. മലയാളം മീഡിയക്കാർ ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ മലയാളം എഴുതിക്കോളൂ. സംഖ്യകൾ. അതിനു മുമ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്പേഴ്സ് ഉണ്ടാവണമെങ്കിൽ പല നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഓഡ് നമ്പേഴ്സ് ഉണ്ട്, ഈവൻ നമ്പേഴ്സ് ഉണ്ട്, എല്ലാ നമ്പേഴ്സും ഉണ്ട്. മുതിർന്ന ക്ലാസ്സിലത്തെ കൂടുതൽ നമ്പേഴ്സ് മക്കൾ പഠിക്കും. ഇതൊക്കെ ആണെങ്കിലും ഈ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ അത് ചില ആളുകൾ വിചാരിക്കണം. ആ ആളുകളാണ് എഴുതി വെച്ചോളൂ. ഡിജിറ്റ്സ്. അപ്പം അതും അവിടെ നോട്ട് ചെയ്തിച്ചോളൂ. ഡിജിറ്റ്സ്. ഇതിനെ നമുക്ക് അക്കങ്ങൾ എന്ന് പറയും. മലയാളം പറഞ്ഞുതരുവാ? മലയാളത്തിൽ നമ്മൾ പറഞ്ഞില്ല, ഞാൻ മലയാളം പറയാൻ പോകുന്നത്. അക്കങ്ങൾ. ഡിജിറ്റ്സ് എന്നാൽ അക്കങ്ങൾ. ഈ നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്ന് ആദ്യം നമുക്ക് എഴുതി വെക്കാം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന്? അക്കങ്ങൾ. ഹൗ മെനി ഡിജിറ്റ്സ് വി ഹാവ്? എണ്ണമില്ല എന്ന് പറയുന്നത് എണ്ണം ഉണ്ട്. ഡിജിറ്റ്സിന് എണ്ണം ഉണ്ട്. സംഖ്യകൾക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അതിങ്ങനെ നീണ്ടുപോകുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഡിജിറ്റ്സിന് നമുക്ക് എണ്ണമുണ്ട്. അത് തിട്ടപ്പെടുത്തിയത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് ആ ഡിജിറ്റ്സ് ഒന്ന് എഴുതി വെക്കാം. നമ്മുടെ ഡിജിറ്റ്സ് തുടങ്ങുന്നത് 0 ആണ്. ആദ്യത്തെ ഡിജിറ്റ് 0 ഇസ് എ ഡിജിറ്റ്. അടുത്ത ഡിജിറ്റ് ആണ് 1. നെക്സ്റ്റ് 2, 3, 4, 5, 6, 7, 8, 9. മതി. അത്രയും ഡിജിറ്റ്സേ നമുക്കുള്ളൂ. അപ്പൊ നമ്മള് എണ്ണമില്ല എന്നൊന്നും ഡിജിറ്റിനെ പറ്റി പറയരുത്. അപ്പൊ നമുക്ക് ഇത്രയും ഡിജിറ്റ്സ് ആണുള്ളത്. അത് നമുക്ക് ഇങ്ങനെ കള്ളിയിലാക്കി. ഇതാണ് മക്കളുടെ നോട്ട് ബുക്കിൽ ആദ്യം കാണുന്നത്. എന്നിട്ടോ ഇങ്ങനെ അതിന് നമ്മൾ വേറൊരു കള്ളി കൂടി കൊടുത്തു. ഇങ്ങനെ നല്ലോണം വൃത്തിയായി സമയം കിട്ടുമ്പോൾ വരച്ച് വെച്ചാണ്. അപ്പം which is the largest one digit number? 9. ശരി. ലാർജസ്റ്റ് 1 digit നമ്പർ ആണ്
9. ഏറ്റവും വലിയ ഒരക്ക സംഖ്യ 9. Which is the largest 2-digit number? 99. 99. Smallest 2-digit number? 10. 10. ശരിയാണ്. ഇനി അടുത്തത് ലാർജസ്റ്റ് 3-digit നമ്പർ? 999. 999. സ്മോളസ്റ്റ് 3-digit നമ്പർ? 100. 100. വെരി ഗുഡ്. അവിടെ വീഡിയോ ഓൺ ചെയ്തത് മാത്രം പറയും. മറ്റുള്ളവർ വിളിച്ച് പറയുമ്പോൾ ഒരു വീഡിയോ ഓൺ ചെയ്ത കുട്ടിയാവും കറക്റ്റ് പറയാനാവും. അവരാവും മറ്റുള്ള കുട്ടികൾ പറയുന്നുണ്ടോ നോക്കിയിട്ടേ പറയും. അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് പറയും. ഇനി ലാർജസ്റ്റ് 4-digit നമ്പർ? 9999. 9990. സ്മോളസ്റ്റ് 4-digit നമ്പർ? 1000. 1000. ഇനി അടുത്ത ചോദ്യം വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ മറുപടി പറയാവൂ. ലാർജസ്റ്റ് 4-digit നമ്പർ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്. Largest 4-digit number without repeating the digits. വീഡിയോ ഓൺ ചെയ്ത് അല്ല കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. 9896. എന്താ പറഞ്ഞ കുട്ടിയുടെ പേര്? അദ്വൈത്. അങ്ങനെയാണെങ്കിൽ അദ്വൈതിനോട് എന്റെ അടുത്ത ചോദ്യം വരുന്നു. Which is the smallest 4-digit number without repeating the digits? സ്മോളസ്റ്റ് 4-digit നമ്പർ വിത്തൗട്ട്. എല്ലാവരും എഴുതി വെച്ചോളൂ. പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി. ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോയാൽ മായ്ക്കേണ്ടത് പെൻസിലാവുന്ന സൗകര്യമാണ്. അപ്പൊ നമുക്ക് പെൻസിൽ കൊണ്ട് നോട്ട് ചെയ്താൽ മതി. ചിലപ്പോ തെറ്റിപ്പോയാലോ. ആ മെഹറിനൊക്കെ എഴുതി. സ്മോളസ്റ്റ് 4-digit നമ്പർ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4-അക്ക സംഖ്യ ഏതാണ്? 1023. ആരാ പറഞ്ഞു തന്നത്? സ്വന്തം കണ്ടുപിടിച്ച? ശരി, 1023 ശരിയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കണം. ഇനി ഈ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയാലും നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ ഇങ്ങനെ മാറ്റുമ്പോൾ ഇതെന്താണെന്നും 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 അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചോദ്യം തരികയാണ് ഇതായിട്ട് ബന്ധപ്പെട്ട്. What is the sum of the largest 4-digit number and the smallest 4-digit number without repeating the digits? വായിക്കാൻ കഴിയുന്നുണ്ടോ? അത് വായിക്കാൻ കഴിയുന്നുണ്ടോന്ന്? Yes or no? 899. ഇപ്പം വിളിച്ചു പറയാനല്ല ഞാൻ പറഞ്ഞത്, ആ ചോദ്യം എഴുതിയെടുക്കാനാണ് പറഞ്ഞത്. What is the sum of largest 4-digit number and the smallest 4-digit number without repeating the digits എന്നാണ് ചോദ്യം. അപ്പം അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ 4-അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4-അക്ക സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ എത്ര എന്നാണ് ചോദ്യം. ആ ചോദ്യം മക്കളെ എഴുതി വെക്കുക.
ശരി. ഇനി മക്കൾക്ക് ഞാൻ നേരത്തെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ് നമ്മൾ പറഞ്ഞത്? 9. 9. 9. ഇനി ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ മക്കളോട്. ഈ ചോദ്യം നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അത് സ്പീഡിൽ എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്കൊരു ചെറിയ ചോദ്യം ഇതായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. കോളേജ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ നിന്ന്. അപ്പൊ അറിയാവുന്നവർ പറഞ്ഞാൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഏതോ ഒരു കുട്ടിയുടെ മൈക്ക് ഓണാണ്. ഏതോ ഒരു കുട്ടിയുടെ മൈക്ക് ഓണിലാണുള്ളത്. ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാ നോക്കിക്കേ, ആ മൈക്കിന്റെ ചിത്രമുള്ളത് ഓൺ ചെയ്ത് വെച്ച കുട്ടി ആരോ ഉണ്ടല്ലോ. അബദ്ധത്തിൽ ആരോ വെച്ച ഐശ്വര്യ അല്ല, വേറെ ഒരു കുട്ടി. ആരാ നോക്കിയേ, ആരാ നോക്കിയ അശ്രദ്ധമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഓണാക്കിയിട്ടുണ്ട്. അതാണ് ശ്രദ്ധിക്കാത്തതല്ല. മക്കളെ, നമുക്ക് എത്ര 2 digit നമ്പേഴ്സ് ഉണ്ട്? ഹൗ മെനി 2 digit നമ്പേഴ്സ് വി ഹാവ് എന്ന് പറഞ്ഞാൽ 10 ആണല്ലോ ഏറ്റവും ചെറിയ 2 digit നമ്പർ. ഏറ്റവും വലിയ 2 digit നമ്പർ 99 ആണ്. 99 ആണ്, 99 ആണ്. നമുക്ക് ഈ 10 മുതൽ 99 വരെ മൊത്തം എത്ര 2 digit നമ്പേഴ്സ് ഉണ്ട്? How many 2 digit numbers? 89. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക 99 10 മൈനസ് ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെയല്ല അത് കണ്ടുപിടിക്കുന്നത്. അപ്പം മെഹർ 89 അല്ല മോളെ, 99 എന്ന വലിയ 2 digit നമ്പറിൽ നിന്ന് ഏറ്റവും വലിയ 1 digit നമ്പറായ 9 മൈനസ് ചെയ്യണം. എപ്പോഴും നിങ്ങൾ മൈനസ് ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന ആളല്ല, ഇതിന് തൊട്ട മുമ്പുള്ള ആളെയാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 99 9 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 90. അപ്പം എഴുതി വെച്ചോളൂ, വി ഹാവ് 90 2 digit numbers. അപ്പം നമുക്ക് 90 2 digit numbers ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ 10 മുതൽ 99 വരെ 90 ഉണ്ടാവും. ഇപ്പൊ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. പേരൻസും ആ കാര്യം ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ കുട്ടികള് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഇപ്പോ ജാനുവരി 10 മുതൽ ജാനുവരി 31 വരെ, ജാനുവരി 10 മുതൽ ജാനുവരി 31 വരെ ഹൗ മെനി ഡേയ്സ്? എത്ര ദിവസങ്ങൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്തായി കുട്ടികൾ മറുപടി അറിയാം? ഇപ്പൊ നിങ്ങളെ വീട്ടില് കലണ്ടർ ഉണ്ടാവുമല്ലോ. ആ കലണ്ടറിൽ നോക്കിയിട്ട് 31 ദിവസമുള്ള മാസങ്ങൾ നോക്കിയിട്ട് 10 മുതൽ 31 വരെ എത്ര ഉണ്ടാവും മക്കളൊന്ന് കലണ്ടറിൽ തൊട്ട് നിർത്തി നോക്കണേ. ആദ്യം ഇതിന് ഉത്തരം പറയും. എത്ര ഉണ്ടോ? സ്നേഹ ജാനുവരി 10 മുതൽ ജാനുവരി 31 വരെ എന്ന് പറഞ്ഞാൽ അതേ മാസം, അതേ വർഷം തന്നെയാണ്. ഈ വർഷം 2025 ജാനുവരി മുതൽ 2025 ജാനുവരി 31 വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്ര ദിവസങ്ങൾ ഉണ്ടാവും? ഹൗ മെനി ഡേയ്സ്? ആരെങ്കിലും ഒന്ന് പറയൂ. 22 ആണ്. കണ്ടോ? അപ്പൊ നിങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടാവുക 31 നിന്ന് 10 അല്ല മൈനസ് ചെയ്യേണ്ടത്, 9 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് 22 കിട്ടുക. എങ്കിലേ 10 അവിടെ വരും, 10 അവിടെ ഉൾപ്പെടും.
ഇനി അഥവാ 10 ആണ് മൈനസ് ചെയ്തിട്ട് 21 കിട്ടുകയാണെങ്കിൽ ആ മൈനസ് ചെയ്ത 10നെ നമ്മൾ ആ ഒരെണ്ണത്തെ നമ്മൾ കൂട്ടിയിട്ട് 22 ആക്കി മാറ്റുകയും വേണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആ ചോദ്യം ചില സമയങ്ങളിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം അടുത്ത ക്ലാസ്സിന്റെ ടൈമൊക്കെ തലേ ദിവസം ഞാൻ അറിയിക്കും. ഇപ്പൊ മഴയായതുകൊണ്ടും നിങ്ങളുടെ സ്കൂളിൽ കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുത്ത് പോട്ടെ എന്ന് കരുതിയത് കൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ കുറച്ച് വൈകിയത്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. LSS പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികളെ LSSൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യും. ഈ ഒരു പെട്ടി നേരത്തെ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വരയ്ക്കണം. ഇവിടെ ഞാൻ ഈ 0യുടെ അടിയിൽ ഞാൻ എഴുതുന്നത് 11 എന്നാണ്, വേറൊരു കളറുണ്ട്. 1ന്റെ അടിയിൽ ഞാൻ 21 എന്നാണ് എഴുതുന്നത്. 2ന് ഞാൻ 20 കൊടുക്കുന്നു, 3ക്ക് 20 കൊടുക്കുന്നു, 4ന് 20 കൊടുക്കുന്നു, 5ന് ഞാൻ 20 കൊടുക്കുന്നു, 6ന് ഞാൻ 20 കൊടുക്കുന്നു, 7ന് ഞാൻ 20 കൊടുക്കുന്നു, 8ന് ഞാൻ 20 കൊടുക്കുന്നു, 9നും ഞാൻ 20 കൊടുക്കുന്നു. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു തരണം, ഞാൻ ഇങ്ങനെ 0യുടെ അടിയിൽ 11 കൊടുത്തതും 1ന്റെ അടിയിൽ 21 കൊടുത്തതും എന്തായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ ഇപ്പൊ പറയണ്ട. ഇപ്പൊ ഞാൻ ആൻസർ ആണ് തന്നിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇതാണ് ഒന്നുകൂടി പറയാൻ. 0യുടെ അടിയിൽ ഞാൻ 11 കൊടുത്തു, 1ന്റെ അടിയിൽ 21 കൊടുത്തു, 2ന്റെ അടിയിൽ 20 കൊടുത്തു, 3യുടെ അടിയിൽ ഞാൻ 20 കൊടുത്തു, അങ്ങനെ 9 വരെ കൊടുത്തപ്പോൾ 20 കൊടുത്തോണ്ടിരിക്കുന്നു. ഇവിടെ മാത്രം 0നും 11 കൊടുത്തു, 1ൽ 21 കൊടുത്തു. സത്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഇതിൽ എന്തായി? അപ്പോൾ ഈ ചോദ്യത്തിനാണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ മറുപടി തരേണ്ടത്. ഇല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം.